കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ADM മുഹമ്മദ് റഫീഖിന്റെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടക്കുന്നത്. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഈ സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ കീർത്തി ആർ നടത്തുന്നത്. അതേസമയം ആന കുത്തിയല്ല 3 മരണമെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ടെന്നും കെട്ടിടം ഇടിഞ്ഞു വീണാണ് മരണങ്ങൾ സംഭവിച്ചതെന്നും മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ഫോറസ്റ്റ് കൺസർവേറ്റർ ഈ ആന ഇടിഞ്ഞ സംഭവത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ ഫോറസ്റ്റ് കൺസർവേറ്റർ കീർത്തിയുടെ പ്രതികരണത്തിലേക്ക്. ഇതിൻ്റെ എല്ലാ ആ നിയമം ക്യാപ്റ്റീവ് എലിഫന്റ് മാനേജ്മെന്റ് റൂൾസും കൂടി വെച്ച് അതിനകത്ത് ഈ നിയമം എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി വെച്ച് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കും. എന്തായാലും വീഴ്ചയുണ്ടെങ്കിൽ കർശനമായ നടപടിക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവ സ്ഥലത്ത് നിന്ന് മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഈ ആന ഇടഞ്ഞ 3 മരണം സംഭവിക്കുന്നു. അത് ആനയുടെ അക്രമമോ അല്ലെങ്കിൽ ആനയുടെ ചവിട്ടേറ്റോ അല്ല. ഈ ആന നടത്തിയ അക്രമത്തിൽ ആ കെട്ടിടത്തിനടിയിൽപ്പെട്ടാണ്, അല്ലെങ്കിൽ ആ കെട്ടിടം ഇടിഞ്ഞ് വീണാണ് ഈ മരണം നടന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ ഒരു അപകടമുണ്ടായ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രവളപ്പിലാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അത് ഈ തൊട്ടപ്പുറത്തെ ഏതാണ്ട് 100 മീറ്റർ അപ്പുറം വെച്ചാണ് ഈ ഒരു പടക്കം പൊട്ടിച്ചത്. അതായത് ഈ എഴുന്നള്ളത്തിൻ്റെ ഈ ഒരു സമയത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ ആന പേടിച്ച് വിരണ്ടു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുതന്നെയാണ് ഒരു പ്രാഥമിക വിവരവും. ഈ വിരണ്ട ആന തൊട്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റു ആനയെ ആക്രമിച്ച സമയത്ത് ആ ആന പോയി ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു ഓഫീസ് ഇടിക്കുകയും ഈ ഓഫീസ് അപ്പാടെ പകുതിയോളം ഭാഗം തകർന്ന് താഴേക്ക് വീഴുകയുമായിരുന്നു. ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രായമേറിയ ആളുകളാണ് കൂടുതലും ഈ ഒരു സ്ഥലത്ത് ഇരുന്നിരുന്നത്. കാരണം അവർക്ക് ഈ കാഴ്ചവരവും മറ്റും കാണാനായി എളുപ്പത്തിനാണ് അവർ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ ഇരുന്നത്. ഈ ആന വന്ന് ഈ കെട്ടിടത്തിൽ ഇടിച്ച സമയത്ത് മുകളിലെ ഓടും മറ്റ് കല്ലുമൊക്കെ ഇളകി ഇവരുടെ മുകളിലേക്ക് വീണു. അങ്ങനെയാണ് ഈ മരണം ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ ആന ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ആനക്ക് മതമിളകിയതല്ല, ഈ ശബ്ദം കേട്ട് പേടിച്ച് വിരണ്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ ബിൽഡിംഗ് കുത്തിയിട്ടതിന് ശേഷം ആനകൾ രണ്ടും ഈ മെയിൻ വഴിയിലൂടെ തന്നെ പുറത്തേക്ക് പോയി എന്നാണ് നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിലടക്കം നമുക്ക് അത് കാണാൻ വേണ്ടി സാധിച്ചതുമാണ്. അതേസമയം അല്പസമയം മുമ്പ് ഇവിടെ ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലെ ഫോറസ്റ്റ് കൺസർവേറ്ററായ കീർത്തി ആർ അല്പസമയം മുമ്പ് ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ആ പരിശോധനയിൽ പറഞ്ഞത് ഈ ക്ഷേത്രത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട 11 മണിയോടുകൂടി തന്നെ വനംവകുപ്പ് മന്ത്രിക്ക് ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകും. ADM-ഉം ഈ ഫോറസ്റ്റ് കൺസർവേറ്ററും സംയുക്തമായിട്ടായിരിക്കും ഈ ഒരു റിപ്പോർട്ട് വനംവകുപ്പ് മന്ത്രിക്ക് കൈമാറുക. മാത്രമല്ല, ഈ ക്ഷേത്രം അധികാരികൾ ആനയെ എഴുന്നള്ളിക്കാനുള്ള അനുമതി വാങ്ങിയിരുന്നു എന്നാണ് ഈ ഫോറസ്റ്റ് കൺസർവേറ്റർ വ്യക്തമാക്കുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇവരുടെ ഈ ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആനകളും ജനങ്ങളും തമ്മിൽ അകലം പാലിച്ചിട്ടുണ്ട് എന്നൊരു പ്രാഥമിക വിവരം തന്നെയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളതെന്നും വ്യക്തമാക്കിയുണ്ടായി. മാത്രമല്ല, നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം പരിശോധിക്കുമെന്ന് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലും 11 മണിയോടുകൂടി വനംവകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. വിനോദ്, അതേപോലെ തന്നെ ആന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും ഫോറസ്റ്റ് കൺസർവേറ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിക്കണമെങ്കിൽ കൃത്യമായി അവിടുത്തെ ഫോറസ്റ്റ് വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. വെറ്റിനറി ഡോക്ടർമാർ കൃത്യമായി ആനയെ പരിശോധിച്ച് ആനയ്ക്ക് മറ്റു കുഴപ്പങ്ങളില്ല എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ ഒരു ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ചട്ടങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നല്ലേ ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസർ അറിയിച്ചത് മിഥുൻ പിള്ള?
വിനോദ്, ഫോറസ്റ്റ് കൺസർവേറ്റർ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് ഈ 2 ആനകളെ ഇവിടെ ഈ എഴുന്നള്ളത്തിന് എത്തിക്കാനുള്ള അനുമതി അവർ വാങ്ങിയിരുന്നു, ക്ഷേത്രം അധികാരികൾ വാങ്ങിയിരുന്നു എന്നുള്ള കാര്യം ഫോറസ്റ്റ് കൺസർവേറ്റർ സമ്മതിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ രേഖകളൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ കാണിച്ചിരുന്നു, ക്ഷേത്രം അധികാരികൾ കാണിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ജനങ്ങളും ആനകളും ഒക്കെ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു അകലം കൃത്യമായി പാലിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ പ്രാഥമിക വിലയിരുത്തലുമുള്ളത്. മാത്രമല്ല, ഈ റവന്യൂ വകുപ്പും പോലീസും വനം വകുപ്പും ഒക്കെ തന്നെ സംയുക്തമായി ഈ സംഭവത്തിൽ ഒരു അന്വേഷണം ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വനവകുപ്പ് മന്ത്രിക്ക് 11 മണിയോടുകൂടി ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഫോറസ്റ്റ് കൺസർവേറ്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. ADM-ഉം ഫോറസ്റ്റ് കൺസർവേറ്ററും സംയുക്തമായിട്ടായിരിക്കും ഈ ഒരു റിപ്പോർട്ട് വനംവകുപ്പ് മന്ത്രിക്ക് കൈമാറുക. അതേസമയം നാട്ടാന പരിപാലന ചട്ടത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ ലംഘിച്ചിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച കണ്ടെത്തി കഴിഞ്ഞാൽ ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുമെന്നും ഫോറസ്റ്റ് കൺസർവേറ്റർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. വിനോദ്, തീർച്ചയായും 3 പേർ മരിക്കാനിടയായ സംഭവം ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, 3 പേർ മരിക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ആന ഇടഞ്ഞ് ഉണ്ടായ ക്ഷേത്രത്തിലുണ്ടായ സംഭവം അത് ആനയുടെ ചവിട്ടേറ്റോ കുത്തേറ്റോ അല്ല, ആന ഇടിച്ച കെട്ടിടം അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണ് മരണം സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് അവിടെ പൂർത്തിയാവുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. അല്പസമയം മുമ്പാണ് 3 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ ആരംഭിച്ചത്. ADM റഫീഖ് അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത്. നേരത്തെ 8 മണിയോടുകൂടി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അല്പസമയം മുമ്പാണ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ഒക്കെ ഒരേ സമയത്ത് തന്നെയായിരിക്കും നടക്കുക എന്നാണ് നേരത്തെ നമ്മളെ ഇവിടെ നിന്ന് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഒരേ സമയം 3 പേരെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചതിനാൽ തന്നെ വളരെ വേഗം തന്നെ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്നാൽ തന്നെയും കുറച്ചധികം സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഒരുപാട് മുറിവുകളൊക്കെ പറ്റിയിട്ടാണ് പല ആളുകളും മരിച്ചിട്ടുള്ളത്. പല ആളുകൾക്കും ഉള്ളിൽ ക്ഷതങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോ മുറിവുകളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. സാധാരണയിൽ കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ 1.5 മണിക്കൂറാണ് സാധാരണയായി ഇൻക്വസ്റ്റിന് എടുക്കുക എന്നവർ പറയുന്നു. ഇതൊരു പക്ഷേ അതിൽ നീണ്ടുപോയേക്കാം. അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വൈകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. സാധാരണയിൽ കൂടുതലായിട്ടുള്ള സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പറയുന്നു. കാരണം ഈ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ആനയുടെ ഡയറക്റ്റ് അറ്റാക്കിലല്ല ഇവർക്കാർക്കും മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന വിവരം പുറത്തു വരുന്നു. ആന ഇടഞ്ഞത് മൂലം അവിടെയുള്ള തിടപ്പള്ളി തകർന്നു വീഴുകയും ആ തിടപ്പള്ളിയുടെ ഓടും കഷ്ണങ്ങളും ഒക്കെ ഇവരുടെ ശരീരത്തിൽ വീഴുകയും ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട് എന്ന് ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഈ മുറിവുകളൊക്കെ കൃത്യമായി എണ്ണിയെടുക്കുക, അതിൻ്റെ ആഴവും മറ്റും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക എന്നത് സാധാരണ ഒരു മരണത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സമയം കൂടുതൽ ഇവിടെ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഇൻക്വസ്റ്റ് നടപടി അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 12 പേർ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ തുടരുകയാണ്. 12 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റ് അപകടാവസ്ഥയിലേക്കൊന്നും പോവില്ല. 2 പേർക്ക് മാത്രമാണ് കുറച്ച് ഗുരുതര പരിക്കുള്ളത്. നട്ടലിനൊരു പരിക്ക് പറ്റിയിട്ടും ഒരാളുടെ കാലിന് പരിക്ക് പറ്റിയിട്ടും അങ്ങനെ 12 പേർ ഇവിടെ ആശുപത്രിയിൽ കഴിയുന്നു. 2 പേർ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം 14 മാത്രമാണ്. 12 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 2 പേർ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇന്നലെ 31ഓളം പേരുകളെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവരൊക്കെ 16ഓളം ആളുകൾ ഇന്നലെ തന്നെ ഡിസ്ചാർജ് ആയിപ്പോയി. നിസ്സാര പരിക്കുകളാണെന്ന് മനസ്സിലായതിനു ശേഷം ഡിസ്ചാർജായി പോയി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം മൃതദേഹം പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. നടപടികളുടെ ഭാഗമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് മോർച്ചറിക്കകത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ബോഡി വിട്ടുകൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്നിരുന്നാൽ കൂടിയും ഈ വിഷയത്തിന് പ്രത്യേക താല്പര്യവും പരിഗണനയും കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന്
ഈ 3 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഒരേ സമയത്ത് തന്നെ വിട്ടുകൊടുക്കാനുള്ള നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കാരണം ഈ 3 പേരുടെയും പൊതുദർശനം ഈ പറഞ്ഞ സ്ഥലത്ത് അവരുടെ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരേ സമയത്ത് വിട്ടുകൊടുത്താൽ മാത്രമേ പൊതുദർശനവും ഒരേ സമയത്ത് തന്നെ നടത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടി ആരംഭിച്ചു പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനോദ്. തീർച്ചയായും കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ആനയിടിഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത്. സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മരണം ആനയുടെ നേരിട്ടുള്ള അക്രമത്തിലല്ല, കെട്ടിടമിടിഞ്ഞു വീണാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പ്രതികരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ക്ഷേത്രത്തിൽ നിന്നും മിഥുൻ പിള്ളയും മെഡിക്കൽ കോളേജിൽ നിന്ന് ഗോകുൽ K വേണുഗോപാലും.